ഒരു 3 വയസ്സുകാരൻ സിറിയയിൽ. അപ്പോൾ ആ കുട്ടി മറ്റുള്ളവരോട് പറഞ്ഞു, ഞാൻ ഒരു ഡോക്ടറായിരുന്നു, എന്നെ കൊന്നൊരിടത്ത് കുഴിച്ചിട്ടേക്കുകയാണ് എന്നും പറഞ്ഞ ആൾക്കാരെല്ലാം വിളിച്ചുകൊണ്ട് പോയി അവിടെ മാന്തി നോക്കിയപ്പോഴത്തേക്കും ഡെഡ് ബോഡി അവിടെ അസ്ഥികൂടമായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം എടുത്ത് അത് പോലീസ് കേസാക്കിയിട്ട് ഇത് ആരാ കൊന്നത്, കോടാലി കൊണ്ട് വെട്ടിയാണ്, കോടാലിയും കാണിച്ചു കൊടുക്കുന്നു, കൊലയാളിയും കാണിച്ചു കൊടുക്കുന്ന കേസ് ശിക്ഷിക്കുന്നുണ്ട്. പിന്നെ വേറെ നമുക്ക് നോട്ടബിൾ ആയിട്ടുള്ളത് ഒരുപാടെണ്ണം ഉണ്ട്. നോട്ടബിൾ ആയിട്ട് ഇട്ടേക്കുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ ദിസ് എപ്പിസോഡ് ഈസ് പവർഡ് ബൈ മെഡിമിക്സ്. സ്വർഗം എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് ഡൽഹി പോലെ ഒരു ഡെസ്റ്റിനേഷൻ അല്ല, സോളിൻ്റെ ഹയസ്റ്റ് എവല്യൂഷനാണ്. ഈശ്വരൻ്റെ അതേ ക്വാളിറ്റി നമ്മുടെ ഇതിൽ വരുന്ന ആ എവല്യൂഷനാണ്. അപ്പോൾ അതിന് നമുക്ക് ദുഃഖങ്ങളും പ്രയാസങ്ങളും നമ്മൾ അങ്ങനെ നിന്നിട്ട് നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ ദുഃഖങ്ങളും പ്രയാസങ്ങളും ഒരു 10 വർഷം കഴിഞ്ഞ് നോക്കുമ്പോൾ അതായിരിക്കും നമ്മളെ ജീവിതത്തിൽ വിജയിപ്പിച്ചിട്ടുള്ളത്. ഏറ്റവും വലിയ പ്രയാസങ്ങൾ, ഏറ്റവും വലിയ ബുദ്ധിമുട്ടുകൾ നമ്മൾ അടുത്ത ചാപ്റ്ററിലേക്ക്, അടുത്ത ഓർബിറ്റിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് ദർശിക്കാനായിട്ട് പറ്റും. ഇത് വെച്ച് നമുക്ക് നമ്മുടെ സബ്ജക്റ്റിലേക്ക് തിരിച്ചു വരാം. അതെ. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മുടെ സബ്ജക്റ്റിനകത്ത് ഈ റീഇൻകാർണേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും അതിനകത്ത് ഇങ്ങനെയാണത്. ഞാൻ എന്നെ അല്ല പറയുന്നത്, ഇവിടെ ഒന്നും ഞാൻ എൻ്റെ കയ്യിൽ നിന്നൊന്നും പറഞ്ഞിട്ടില്ല, പുരാണങ്ങൾ വഴി പോകുന്നതിലൊന്നും പറഞ്ഞിട്ടില്ല, എല്ലാം റെഫറൻസാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ആദ്യം വരുന്ന സോളെന്ന് പറഞ്ഞാൽ അവൻ മനുഷ്യനായി കഴിയുമ്പോഴത്തേക്കും പിന്നെ സസ്യങ്ങളോ മിനറൽസോ ചെടികളോ മൃഗങ്ങളോ ഒക്കെ ആയതിനു ശേഷം വളരെ റിഫൈൻഡ് ആയിട്ട് വരുമ്പോഴത്തേക്കാണ് മനുഷ്യനായിട്ട് വരുന്നത്. മനുഷ്യനായിട്ട് വരുമ്പോൾ തന്നെ അവൻ ആദ്യത്തേന് ബേബി സോൾ എന്നാണ് പറയുക. ഒരു എക്സ്പ്രഷനായിട്ട് എടുത്താൽ മതി. ബേബി സോളായിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കഴിക്കണം, എനിക്ക് ജീവിക്കണം, എനിക്ക് കുടിക്കണം, എനിക്ക് ഉറങ്ങണം, അവൻ്റെ ഫിസിക്കൽ നെസസിറ്റി മാത്രമേ അവർ ഇപ്പോഴും നോക്കാറുള്ളൂ. അത് കഴിഞ്ഞ് കുറച്ചും കൂടി അടുത്ത ലെവലിൽ ബേബി സോൾ കുറച്ചും കൂടെ ഗ്രാജുവേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അടുത്ത ലെവലിൽ വരുമ്പോഴത്തേക്കും ഒരു ട്രൈബൽ മൈൻഡ് ആവും. ഞങ്ങളുടെ ആൾക്കാർ, ഞങ്ങൾ SNDPക്കാർ, ഞങ്ങൾ നായേഴ്സ്, ഞങ്ങൾ ബ്രാഹ്മണർ, ഞങ്ങളുടെ ആൾക്കാർ, അല്ലെങ്കിൽ ഞങ്ങൾ മലബാർ മുസ്ലിംസ്, അതല്ലെങ്കിൽ ഞങ്ങൾ സുറിയാനി ക്രിസ്ത്യൻസ് എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളാണ് അവരുടെ വായിൽ നിന്ന് വരുമ്പോഴത്തേക്ക് അപ്പോൾ ഒരു ട്രൈബൽ സോളാണ്. അതും കഴിഞ്ഞ് പിന്നെയും അടുത്തത് വരുമ്പോഴത്തേക്ക് യങ് സോളാണ്. യങ് സോളിന് ജാതിയില്ല, മതമില്ല, ആണും പെണ്ണും ഒന്നുമില്ല, റിബലും അല്ല. അവർക്ക് സക്സസ്, ലൈഫിൽ അച്ചീവ്മെൻറ്റ് മാത്രമാണ് യങ് സോളുകളാണ് എണ്ണത്തിൽ ഏറ്റവും കൂടുതൽ. അത് കഴിഞ്ഞ് പിന്നെ വരുന്നതാണ് വയസ്സുമായിട്ട് ഇതിന് യാതൊരു ബന്ധമില്ല, പല ലൈഫിലൂടെ വരുന്നു എന്നുള്ളതാണ് അതിൻ്റെ പഠനത്തിൽ കാണിക്കുന്നത്. അപ്പം ഇതിൽ വന്നിട്ട് അടുത്ത നമ്മളിപ്പോൾ ഈ യങ് സോള് എല്ലാം കിട്ടി മടുത്ത് കഴിയുമ്പോൾ സ്വത്തും എല്ലാം ആവശ്യത്തിനായി, ഇനി ഇതൊന്നും ആവശ്യമില്ല എന്ന് വരുമ്പോഴത്തേക്കും ഞാൻ മാത്രം ചിന്തിച്ചാൽ പോരല്ലോ, ഇല്ലാത്തവനും കഴിവ് ലഭിക്കാത്തവനും ഓപ്പർച്യൂണിറ്റി കിട്ടാത്തവനും ഒക്കെ ഇത് അനുഭവിക്കണ്ടേ എന്നുള്ളൊരു തോട്ട് വരികയും ചെടികൾക്കും മൃഗങ്ങൾക്കും എല്ലാം ജീവിക്കാനുള്ളൊരു സ്ഥലമല്ലേ ഇത്. അപ്പോൾ ഈ മച്വേർഡ് സോള് വരുമ്പോഴത്തേക്കും അവർ ജാതികൾക്കും മതങ്ങൾക്കൊക്കെ അപ്പുറത്തേക്കായിരിക്കും ചിന്തിക്കുന്നതും പറയിക്കുന്നതും പ്രവർത്തിക്കുന്നതും. നമ്മുടെ സമൂഹത്തിൽ അങ്ങനെ കുറച്ച് പേരുണ്ട്. അപ്പോൾ എണ്ണത്തിൽ കുറവാണ്, പക്ഷെ അവരാണ് നമ്മുടെ സമൂഹത്തിൻ്റെ എപ്പോഴും പ്രതീക്ഷ. അവർ എന്താണ് എല്ലാവരുടെയും ആവശ്യം, മറ്റൊരു പണി എടുത്തില്ല എന്നുള്ളതോ അവൻ ഡ്രഗ് അഡിക്റ്റ് ആണെന്നുള്ളതോ ഇതൊന്നും അവരെ സമയത്ത്. ഈ സോൾ അവസ്ഥകൾ മാറുന്നതാണോ അതോ ഒരു സോൾ ആയിരിക്കും? ഒരു സോൾ പലതായിട്ട് ജനിക്കുകയാണ്. ഒരു സോൾ ട്രാൻസ്മൈഗ്രേഷൻ ചെയ്യുമ്പോൾ ആദ്യം വരുന്നത് ബേബി സോൾ ആയിട്ട് വന്നത്, പിന്നീട് പല ഇത് കഴിയുമ്പോഴായിരിക്കും ബേബി സോൾ മരിച്ച് അടുത്ത സോളായിട്ട് വരും. മരിച്ചാണ് മാറുന്നത്. അതെ, അല്ലാതെ ഒരു ജന്മത്തിൽ അത് മാറുകയല്ല. അത് ഞാൻ പറയാം. ഇനി ഇത് ഇങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കും ഇതിന് പറയുന്നത് മച്വേർഡ് സോളായി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മാത്രം കാര്യമല്ല, എല്ലാവരുടെ കാര്യങ്ങളും, ലോകത്തിൻ്റെ മുഴുവൻ നന്മ, അങ്ങനെ ഒരു ചിന്തയാവും. ഒരു ട്രാൻസെൻഡൽ സോളായി കഴിയുമ്പോഴത്തേക്കും ഇപ്പോൾ ബുദ്ധ, കൃഷ്ണ എന്നൊക്കെ പറയുന്ന ആ രീതിയിൽ, ജീസസ് എന്നൊക്കെ പറഞ്ഞ രീതിയിൽ ആ ഒരു കോൺഷ്യസ്നെസ്സിലേക്ക് വരും. അങ്ങനെ വരുമ്പോഴത്തേക്കും ലോകത്തെ എല്ലാവരുടെ പ്രശ്നങ്ങളും എൻ്റെ പ്രശ്നങ്ങളാണ്. ലോകത്തെ ജലാശയങ്ങളുടെ പ്രശ്നങ്ങളും കുടിവെള്ള സോഴ്സിൻ്റെ പ്രശ്നങ്ങളും മാലിന്യങ്ങളും കാർബൺ ഇതുമെല്ലാം നമ്മുടെ എല്ലാവരുടെയും കൂടെ പ്രശ്നമാണ്. ലോകം ഒരു കുടുംബമാണ്. അതിന് അപ്പുറത്തേക്ക് അവർ പോകും. വിശ്വം മുഴുവനും അവരുടെ മനസ്സിൽ ഉൾക്കൊള്ളുന്ന അങ്ങനെ ഒരു കോൺഷ്യസ്നെസ്സിലേക്ക് പോകും. ഇതിനെക്കുറിച്ചൊരു വലിയ സ്റ്റഡിയും ബുക്കും ഒക്കെ ഉണ്ട്. പവർ വേഴ്സസ് ഫോഴ്സ് എന്ന് പറഞ്ഞ ഹോസ്കിൻ്റെ ഒരു ഇതുണ്ട്. അപ്പോൾ അതായത് ഈ ആദ്യത്തെ കക്ഷികൾക്കുണ്ടല്ലോ, നമ്മുടെ യങ് സോൾ വരെ ഉള്ളവരെ പട്ടാളം, പോലീസൊക്കെ ഫോഴ്സ് ചെയ്ത് മാത്രമേ അനുഭവിക്കാൻ പറ്റുള്ളൂ, അവരെ നിയന്ത്രിക്കാൻ പറ്റുള്ളൂ. മറ്റവരങ്ങനല്ല, അവർ നിയമത്തിനൊക്കെ മുകളിലാണ്.
കാരണം നിയമം അവർക്ക് ഒരിക്കലും ലംഘിക്കേണ്ടതായിട്ട് വരാറില്ല. നിയമത്തെ കുറച്ചുകൂടെ റിഫൈൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ, നിയമത്തിനൊക്കെ വളരെ വളരെ മുകളിലുള്ള ആൾക്കാരാണ്. നിയമത്തിനകത്ത് എന്നും സങ്കല്പത്തിൽ വന്നിട്ടില്ലാത്ത ഒരുപാട് വാല്യൂസ് അവരാണ് ഈ LGBTQ വേണ്ടിയിട്ട് പറയുന്നതും. അല്ല, ബേബി സോളിൽ പെടുന്ന ആൾക്കാർ, ബേബി സോളിൽ പെടുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ അവരുടെ അവയർനെസ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ എനിക്ക് ജീവിക്കണം, ഉണ്ണ് ഉറങ്ങുക, അത് മാത്രമേ ഉള്ളൂ. ശരീരമാണ്, ഞാൻ ശരീരമാണെന്ന് ചിന്തിക്കുന്നവരാണ്. പക്ഷെ ഒരു സിംഗിൾ ലൈഫിൽ തന്നെ എല്ലാ സോളിൻ്റെ ഇതിലൂടെയും കടന്നു പോകുന്ന ആൾക്കാരില്ലേ? ഇത് നല്ല ക്വസ്റ്റ്യനാണ്. അതായത് നമ്മൾ വളരെ അപൂർവങ്ങളായ വിസ്ഡമുള്ള ആൾക്കാരിലേക്ക് അവരുടെ കൂടെ നമ്മൾ പ്രവർത്തിക്കുക, അവരുടെ സംസാരങ്ങൾ കേൾക്കുക, അതുമായിട്ട് ബന്ധപ്പെട്ട ചില സിനിമകളോ കലാരൂപങ്ങളൊക്കെ കാണുക. അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് ഈ അറിവിന് പുറമെ ഒരു തിരിച്ചറിവുണ്ടാവും, ഒരു വിസ്ഡം. അതായത് ഒരു ജന്മത്തിൽ തന്നെ ഈ ട്രാൻസ്ഫോർമേഷൻ പലർക്കും സംഭവിക്കാം. അതല്ലേ നമ്മൾ രത്നാകരൻ്റെ കഥ, അതല്ലേ ഹൈവേ റോബറായിരുന്ന രത്നാകരൻ. അപ്പോൾ ഇത് അതിൽ വന്ന സപ്തദർശികളുടെ അടുത്ത് ചോദിച്ചു, ഞാൻ റോബ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അവർ പറഞ്ഞു ചെയ്തോളൂ, പക്ഷേ നീ ഒരു കാര്യം ചെയ്യും, നീ നിന്റെ വീട്ടിൽ ചെന്നിട്ട് ചോദിക്കും, നീ കാണിക്കുന്നതിനൊക്കെ നീയാണ് നീ എന്തിനാ ഇതൊക്കെ കാണിക്കുന്നതെന്ന് ചോദിക്കും. കാണിക്കുന്നത് ഇതിന്റെ കാർമിക് ഡെറ്റ് അവർ ഷെയർ ചെയ്യുവോ, ജന്മാന്തരങ്ങളായിട്ടുള്ള ഷെയർ ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട് വരാൻ പറഞ്ഞു. ചോദിക്കുമ്പോഴത്തേക്കും പറഞ്ഞില്ല, നിങ്ങളുടെ ജോലിയാണ് ഞങ്ങളെ പരിപാലിക്കുക, അപ്പോൾ അതുകൊണ്ട് ഷെയർ ചെയ്യത്തില്ല എന്ന് പറയുമ്പോഴാണ് ഇദ്ദേഹത്തെ പിടിച്ച്, അപ്പോൾ അവിടെ പരിണാമം വന്ന്, പരിവർത്തനം വന്ന്, ട്രാൻസ്ഫോർമേഷൻ വന്ന് അദ്ദേഹം ഒരു സേജായി മാറുന്നത്. ഇത് തന്നെ നമ്മൾ ബുദ്ധൻ്റെ ഇതിനകത്ത് അങ്കുലിമാല എന്ന് പറയുന്ന കൊന്നിട്ട് വിരലുകൾ മുറിച്ചെടുത്ത് മാല ഉണ്ടാക്കിയിടുന്നൊരു കക്ഷി ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ ബുദ്ധൻ പറഞ്ഞ് പരിവർത്തനപ്പെടുത്തുന്നുണ്ട്. കംപ്ലീറ്റ്ലി അയാൾ പരിവർത്തനപ്പെട്ട് ട്രാൻസ്ഫോംഡ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് ഈ പറഞ്ഞ പോലെ രാക്ഷസനായിട്ടിരുന്ന ആൾക്കാർക്ക് മാറ്റം വരുന്നതൊക്കെ ആയിട്ട് ഒരുപാട് സംഭവങ്ങളുണ്ട്. നമുക്ക് ഈ കർമ്മയാണല്ലോ ദോഷങ്ങൾ കിടക്കുന്നത്, കാർമിക് ബർഡൻ എന്ന് പറയുന്നത്, കർമ്മദോഷങ്ങൾ. അപ്പം കർമ്മ ക്യാൻ ബി ബേൺഡ് ഇൻ ദ ഫയർ ഓഫ് വിസ്ഡം. ജ്ഞാനം ഒത്തിരി ആയിക്കഴിഞ്ഞാൽ കർമ്മദോഷങ്ങളെല്ലാം നമ്മളിൽ നിന്ന് മാറ്റിയെടുക്കുക. അപ്പം നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന, ഇപ്പം ഏത് കാർ എത്ര റോൾസ് റോയ്സ് വാങ്ങിച്ചിട്ടാലും നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. സോളിന് കൊണ്ടുപോകാൻ പറ്റുന്നത് നമ്മുടെ ജ്ഞാനം മാത്രമാണ്. ജ്ഞാനം നമുക്കൊരു ജന്മത്തിൽ ആയിരക്കണക്കിന് ജ്ഞാനം കിട്ടത്തില്ല. ജ്ഞാനം എന്ന് പറഞ്ഞാൽ അത് വളരെ ഫ്യൂ മാത്രമേ വരുള്ളൂ. ആ ജ്ഞാനമാണ് നമ്മുടെ ഏറ്റവും വലിയ സ്വത്തായിട്ട് വരുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ഇതിനകത്തെല്ലാം പറഞ്ഞു വരുന്നത്, നിനക്ക് കിട്ടുന്ന ഈ ഓപ്പർച്യൂണിറ്റിക്കകത്തോടെ മാക്സിമം ജ്ഞാനം ഉൾക്കൊള്ളാനായിട്ട് ശ്രമിക്കുകയും, പിന്നെ മറ്റൊരാൾക്ക് നമ്മൾ കൊടുക്കുന്നത്, ഇപ്പം വസ്ത്രം കൊടുക്കുകയാണെങ്കിൽ, അത് ബുദ്ധൻ പറഞ്ഞേക്കുന്ന ഒരു ഭാഗമാണ്. വസ്ത്രം കൊടുക്കുകയാണെങ്കിൽ 1-2 വർഷം കൊണ്ട് അത് പിഞ്ചി പറഞ്ഞു പോകും. കുറച്ച് പണം കൊടുക്കുകയാണെങ്കിൽ അതിൽ നെസസിറ്റി ഉണ്ടാക്കുമ്പോൾ ഇത് തീർന്നു പോകും. ഭക്ഷണം കൊടുക്കുകയാണെങ്കിൽ ഇപ്പം കഴിച്ചു, അടുത്ത വിശപ്പ് വരുമ്പോഴത്തേക്ക് ഒരു ഫലം ഇല്ലാതായി പോകും. ആ സമയത്ത് ഒരാളിന് നമ്മൾ ജ്ഞാനം കൊടുക്കുകയാണെങ്കിൽ തലമുറകളിൽ നിന്നും തലമുറകളിലേക്ക് നശിക്കാതെ, ഇവൻ തന്നെ ജന്മാന്തരങ്ങളിൽ പോലും നഷ്ടപ്പെടാതെ ഒരു സംഭവമായിട്ട് മാറുന്നതാണ് ഒരാൾക്ക് നമ്മൾ ധർമ്മ പഠിപ്പിച്ചു കൊടുക്കുക, നന്മ പഠിപ്പിച്ചു കൊടുക്കുക എന്ന് പറയുന്നുണ്ട്. ഇത് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അഗെയിൻ ബാക്ക് ടു നമ്മുടെ മോഡേൺ ഇൻവെസ്റ്റിഗേഷൻ അബൌട്ട് ട്രാൻസ്മൈഗ്രേഷൻ. അതിനകത്ത് BBC ഒരു ഇത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ശ്രീലങ്കയിൽ തമിഴ് പുലികളുടെ അറ്റാക്കിൽപ്പെട്ട് മരിച്ച ഒരു ഭടൻ്റെ പുനർജന്മം എന്ന് പറഞ്ഞൊരു കുട്ടി, തോക്കുകളെക്കുറിച്ചും എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് നേരത്തെ പേരൻസിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ട് അത് പത്രത്തിൽ എഴുതി അവരെ ഐഡൻറ്റിഫൈ ചെയ്ത ജേർണലിസ്റ്റൊക്കെ എടുത്തുകൊണ്ട് അവിടെ കൊണ്ടുപോകുന്നൊക്കെ ആയിട്ട് വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ സിറിയയിലുള്ള ഒരു 3 വയസ്സുകാരൻ കൂടി, ഈവൻ എനിക്ക് തോന്നുന്നു ഒരു 15 വർഷം മുമ്പാണെന്ന് തോന്നുന്നു, മനോരമയുടെ വീക്ക് റീബർത്തിനെ പറ്റി ഒരു സപ്ലിമെന്റ് തന്നെ ചെയ്തു. സപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. അതായത് നോർത്ത് ഇന്ത്യയിലെ ഒരു 5-6 കേസുകൾ, ഇത്തരം കേസുകൾ റെഫർ ചെയ്തിട്ടുണ്ട്. ചെന്നൈയിൽ ഒരു കൊലക്കേസ് തെളിയിച്ചിട്ടുള്ളതായിട്ട് ഞാൻ അതിന് സമാധാനമാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. ഒരു 3 വയസ്സുകാരൻ സിറിയയിൽ. അപ്പോൾ ആ കുട്ടി മറ്റുള്ളവരോട് പറഞ്ഞു, ഞാൻ നേരത്തെ ഒരു ഡോക്ടറായിരുന്നു, എന്നെ കൊന്നൊരിടത്ത് കുഴിച്ചിട്ടേക്കുവാണ് എന്നും പറഞ്ഞ ആൾക്കാരെല്ലാം വിളിച്ചുകൊണ്ട് പോയി അവിടെ മാന്തി നോക്കിയപ്പോഴത്തേക്കും ഡെഡ് ബോഡി അവിടെ അസ്ഥികൂടമായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം എടുത്ത് അത് പോലീസ് കേസാക്കിയിട്ട് ഇത് ആരാ കൊന്നത്, കോടാലി കൊണ്ട് വെട്ടിയാണ്, കോടാലിയും കാണിച്ചു കൊടുക്കുന്നു, കൊലയാളിയും കാണിച്ചു കൊടുക്കുന്ന കേസ് ശിക്ഷിക്കുന്നുണ്ട്. അത് യൂട്യൂബിൽ ഫീച്ചർ ചെയ്തിട്ടുണ്ട്. പിന്നെ വേറെ നമുക്ക് നോട്ടബിൾ ആയിട്ടുള്ളത് ഒരുപാടെണ്ണം ഉണ്ട്. നോട്ടബിൾ ആയിട്ടിട്ടേക്കുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഈ പേൾ ഹാർബറിൽ ബോംബ് ചെയ്യുമ്പോൾ അവിടെ കൊല്ലപ്പെടുന്ന മരിക്കുന്ന ഒരു ക്യാപ്റ്റൻ, മീൻസ് ഫ്ലൈറ്റിൻ്റെ ക്യാപ്റ്റൻ,
അയാൾ പിന്നെ ഒരു 5-6 വയസ്സുള്ളൊരു കുട്ടിയായിട്ട് പിന്നീട്, അപ്പോൾ അവൻ ഈ ഫ്ലൈറ്റിൻ്റെ എല്ലാ പാർട്സിനെ കുറിച്ചും എല്ലാം വിശദീകരണം വളരെ ചെറുപ്പത്തിലേ പറയുന്നു. അവൻ്റെ വീടിനെ കുറിച്ച് പറയുന്നു, അവൻ്റെ സഹോദരിയെക്കുറിച്ച് പറയുന്നു. അങ്ങനെ അവിടെ കൊണ്ടുപോകുമ്പം അവൻ ഈ പഴയ ക്യാപ്റ്റൻ ഒളിപ്പിച്ച് വെച്ചിരുന്ന ചില സാധനം കുട്ടിയെടുത്ത് കൊടുക്കുന്നതൊക്കെ ആയിട്ട് നോക്കിയാൽ മതി, യൂട്യൂബിൽ കാണാം. ഇതൊക്കെ കുറേ എണ്ണം കിടക്കുന്നുണ്ട്. ഇതിന് ഈ സെയിം ഇത് തന്നെ പലറ്റിട്ടേക്കുന്ന കിടക്കുന്നുണ്ട്. നമ്മളിതിങ്ങനെ ഈ മുജന്മങ്ങളെ പറ്റിയും അല്ലെങ്കിൽ ഈ ബന്ധങ്ങളെ പറ്റിയും ഒക്കെ തന്നെ നമ്മൾ ചില ആൾക്കാർക്ക് ഒരു കാരണവുമില്ല നമ്മൾ വെറുക്കുകയും ചില ആൾക്കാരെ ഒരു കാരണവുമില്ലാതെ ഇഷ്ടപ്പെടുകയും. അത് നിങ്ങൾ വളരെ കറക്റ്റ് പോയിന്റിലേക്കാണ് വന്നേക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ചില ആൾക്കാർക്ക് ചില മ്യൂസിക്കിനോട് ഒരു കാരണവുമില്ലാതെ അതിനോട് അത് വരുമ്പോഴത്തേക്ക് അവർ അങ്ങ് അതിലങ്ങ് അലിഞ്ഞങ്ങില്ലാതാവും ആ മ്യൂസിക് വരുമ്പോഴത്തേക്ക്. പിന്നെ ചില സ്ഥലത്തിനോട് എന്തോ ഒരു അഭിനിവേശമാണ്. നമ്മൾ അവിടെ ചെല്ലുമ്പം ഇതെല്ലാ സ്ഥലവും ഇവിടെ അറിയാലോ, അവിടെ ഒരു കിണറുണ്ടല്ലോ, അവിടെ ഒരു തോടുണ്ടല്ലോ, ഇതിങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട്. ഈ ഡെജാവ് പഠിക്കുന്ന പോലെ തോന്നുന്നു പറയുന്നത്. അതെ, ഡെജാവിൻ്റെ വേറൊരു ഭാഗമായത്. അപ്പം ഇത് വളരെ കൃത്യമായിട്ട് പറയുന്ന ആൾക്കാരുണ്ട്. പിന്നെ ഈ അതുപോലെ തന്നെ ഈ പ്രധാനമായിട്ടും പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ ചെയ്യുന്നതിൻ്റെ ഒരു പർപ്പസ് എന്ന് പറഞ്ഞാൽ പാസ്റ്റിൽ നമുക്ക് എന്തെങ്കിലും ടാലൻ്റ് ഉണ്ടായിരുന്നു, നമ്മൾ പിന്നെ ചികിത്സിക്കുന്നതോ ഡോക്ടറോ മൂല്യങ്ങളായ മരുന്നുകളുടേതോ. ചെറിയ കുട്ടികൾ പാട്ട് പാടുന്നുണ്ടല്ലോ, ഡാൻസ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെയുള്ള ഇപ്പം ഈ മാസ്റ്റർ ക്ലിൻറ്റ് എന്ന് പറഞ്ഞ കേരളത്തിലെ ഒരു സ്റ്റോറിയുണ്ട്. ചിത്രകാരൻ വളരെ ചെറുതിൽ തന്നെ ആയിരക്കണക്കിന് ചിത്രങ്ങൾ വരച്ചിട്ട് ആ കുട്ടി മരിച്ച കഥ പറയുന്നുണ്ട്. നമുക്കിതിപ്പോൾ ഒരു കാര്യമാണ്, നമുക്ക് ഇതിപ്പോൾ എൻ്റെ അറിവും നമ്മൾ ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ തന്നെ നമ്മളിപ്പോൾ ഒരു ഇത് നമ്മൾ ശാസ്ത്രീയമായി ചിലത് തെളിയിച്ചാൽ മാത്രമേ നമ്മൾ വിശ്വസിക്കാൻ തയ്യാറാകൂ എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ഇതൊക്കെ ശാസ്ത്രത്തിന് അതീതമായി ചിന്തിക്കേണ്ടതും ശാസ്ത്രത്തിന് അതീതമായി വിശ്വസിക്കേണ്ടതുമായ ഒരു വിഷയമല്ലേ? ഇത് ശാസ്ത്രത്തിന് അതീതമെന്ന് പറയാൻ പറ്റത്തില്ല. ശാസ്ത്രത്തിനകത്തോടെ തന്നെ ഇപ്പം ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു 4 ദിവസത്തെ ഒരു ക്യാമ്പ് നടത്താറുണ്ട്. പിന്നെ കഴിഞ്ഞ 7 വർഷം മുമ്പ് നടത്താറുണ്ട്. അപ്പം ഞാൻ ഇവിടുന്ന് പഠിച്ചതല്ല, ഞാൻ ലോകത്തിൻ്റെ പല ഭാഗത്ത് പോയാണ് ഇതിനെക്കുറിച്ച് പഠിച്ചത്. ഇതിനെക്കുറിച്ച് വീണ്ടും അഡീഷണലായിട്ട് പഠിച്ച് ഇത് നമുക്ക് നെറ്റിൽ നോക്കി ഇതിൻ്റെ കോൺഫറൻസസ് ഒക്കെ കിട്ടും. ഗ്ലോബലിയുള്ള ജർമ്മനിയിലും US-ലൊക്കെ കോൺഫറൻസസ് ഒക്കെ കിട്ടും. അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ടുള്ളവരെല്ലാം പോയി പഠിക്കുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്തതിന് ശേഷം ഞാൻ ഇവിടെ നടത്തുമായിരുന്നു. ഹിമാലയത്തിൽ കൊണ്ട് നടത്തുമായിരുന്നു, ക്യാമ്പായിട്ട് അവിടെ നടത്തുമായിരുന്നു, കേരളത്തിൽ നടത്തുമായിരുന്നു. അപ്പോൾ അതിനകത്ത് നമ്മൾ ഈ പറഞ്ഞ പോലെ മാസീവായിട്ട് അവരെ മൊത്തം പാസ്റ്റ് ലൈഫിലേക്ക് കൊണ്ടുപോകുമ്പം അതിനകത്തൊരു 70% ആൾക്കാരും ഫസ്റ്റ് അറ്റംപ്റ്റ് സെക്കൻഡ് അറ്റംപ്റ്റിനകത്ത് അവർ പാസ്റ്റ് ലൈഫ് കാണാറുണ്ട്. ഓക്കെ, അപ്പം അവരെങ്ങനെയുള്ള ലൈഫായിരുന്നു ഏതായിരുന്നു എന്ന് അത് കഴിയുമ്പോഴത്തേക്കും ഇവരിന്ന് ഷെയർ ചെയ്യും. നമുക്കതിനകത്ത് ഒന്നുമില്ല, അവർ കാണുന്നു. ഓക്കെ, അതായത് ഇതിന്റെ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എനിക്ക് എൻ്റെ പാസ്റ്റ് ലൈഫ് കാണണമെങ്കിൽ അത് ഞാൻ സ്വയം കാണാൻ വേണ്ടിയുള്ള അവസ്ഥയിലേക്ക് എന്നെ എത്തിക്കുന്നതാണ് ഇതിന്റെ ട്രെയിനിങ് അല്ലേ? അല്ല, അത് കഴിഞ്ഞ് ഒത്തിരി ഉണ്ട്. അപ്പോൾ ഇത് ഞാൻ പഠിപ്പിക്കുമ്പോഴത്തേക്കും എല്ലാ റിലീജിയൻ്റെയും ലിസ്റ്റ് എല്ലാം പറയും. ഇപ്പോൾ ഇസ്ലാം ആണെങ്കിലും ഇസ്ലാമിൻ്റെ പ്രാക്ടീസസ് മാറ്റി വെച്ചിട്ട് ഫിലോസഫിക്കൽ സൈഡെല്ലാം, അത് ക്രിസ്ത്യനും ഹിന്ദുവും വേദവും എല്ലാം ഉൾപ്പെടെ വളരെ അതെല്ലാം പഠിച്ചിട്ട് അതും സയൻസും നടന്നിട്ടുള്ള ഗവേഷണങ്ങളും എല്ലാം ആയിട്ട് കൂട്ടിയിണക്കിയിട്ട് അത് വെച്ചുകൊണ്ട് നമ്മളുടെ സോളിൻ്റെ പർപ്പസ് എന്താണ്, വൈ യു ആർ ഹിയർ, അത് കണ്ടെത്തുക. വാട്ട് ഈസ് യുവർ ലൈഫ് പർപ്പസ്, നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ജീവിച്ചിരിക്കുന്നത്. ഇപ്പം ഈ എപ്പോഴും നമുക്ക് പ്രശ്നങ്ങൾ വരുന്നത് നമ്മൾ സോൾ പർപ്പസ് ലൈഫ് പർപ്പസ് എന്ന് മാറിപ്പോകുമ്പോൾ നമുക്ക് ആക്സിഡൻറ്റോ രോഗങ്ങളോ മാരക പ്രശ്നങ്ങളോ വരും. അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ആ സ്ട്രെയിറ്റ് ലൈനിൽ പോകാനുള്ളൊരു കോളിംഗ് ആണ് നമ്മുടെ ലൈഫ് പർപ്പസിലേക്ക്. ഈ ലൈഫ് പർപ്പസിൽ കൂടെ തന്നെ പോവുകയാണെങ്കിൽ ഈ ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും പോകുന്ന നമ്മൾ അറിയില്ല, പട്ടാട്ടക്കടേന്ന് പോയിക്കൊണ്ടിരിക്കും, നമുക്ക് വേറെ തടസ്സങ്ങളൊന്നും വരില്ല. അപ്പോൾ ഈ ലൈഫ് പർപ്പസ് എന്താണെന്ന് കണ്ടുപിടിക്കാനാണ് മെയിനായിട്ടും. അപ്പോൾ അതും പിന്നെ ടാലൻറ്റുകൾ എടുക്കാനായിട്ട് പിന്നെ നമുക്ക് അറിയണമല്ലോ ലോകത്തെക്കുറിച്ചുള്ള ഒരു എന്താണ് അതിൻ്റെ അൾട്ടിമേറ്റ് നമ്മളൊന്ന് അറിയണമല്ലോ. നമ്മൾ ജനിക്കുന്നു പല റിലീജിയനും പലത് പറയുന്നു, പക്ഷേ സയൻറ്റിസ്റ്റുകൾ എന്ത് പറയുന്നു. അപ്പം ഞാൻ ഇതുവരെ എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞിട്ടില്ല. ഞാനിപ്പോൾ പറഞ്ഞത് മുഴുവൻ റെഫറൻസസ് ആണ് പറഞ്ഞത്. 100 കണക്കിന് ഇതിനെക്കുറിച്ചുള്ള പുസ്തകങ്ങളുണ്ട്. ആ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഫേമസ് ആയിട്ടുള്ള ഓരോരുത്തരെക്കുറിച്ചും എടുത്ത് ഇതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ കാര്യമാണ് ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞത്. അപ്പോൾ ഇതിപ്പം നമ്മൾ ജനിക്കുന്നോ മരിക്കുന്നോ ഇതുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, പക്ഷെ എന്തായാലും നമ്മുടെ കോൺഷ്യസ്നെസ്സിന് അന്ത്യമില്ല, നമ്മുടെ കോൺഷ്യസ്നെസ്സിന് അതിന് അവസാനമില്ല. അത് നമ്മൾ നഷ്ടപ്പെടുമ്പോൾ നമ്മുടെ ശരീരം മാത്രമേ പോകുന്നുള്ളൂ. നമ്മുടെ ഈ കുട്ടികളുമായിട്ട് സംസാരിക്കുമ്പോഴേ ഈ കുട്ടികൾ നമ്മളിപ്പം ഒരു 7 വയസ്സോ 8 വയസ്സുള്ള കുട്ടികളെക്കുറിച്ച്
ആ കുട്ടികളുടെ ഇപ്പോഴത്തെ മൊബൈൽ കൈകാര്യം ചെയ്യാനോ ഇൻ്റർനെറ്റ് കൈകാര്യം ചെയ്യാനുള്ള കഴിവിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ ആ കുട്ടിയോട്, നമ്മുടെ കുട്ടിയോട്, മകളോടോ മകനോടോ ഒരു പ്രോബ്ലം പറയുവാണെങ്കിൽ, നമ്മൾ ബിസിനസ്സിൽ നേരിടുന്നതോ ലൈഫിൽ നേരിടുന്ന ഒരു പ്രോബ്ലം പറയുകയാണെങ്കിൽ, നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു ആൻസർ ആയിരിക്കും, ഒരു സൊല്യൂഷൻ ആയിരിക്കും. അച്ഛാ അല്ലെ പപ്പ ഇങ്ങനെ ചെയ്താൽ പോരെ, ഒരു സൊല്യൂഷൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവരുടെ ആൻസർ കേൾക്കുമ്പോഴത്തേക്ക് നമ്മൾ പ്രൊഫഷണലി വലിയ ഇതെടുത്താൽ പറയുന്ന കഴിഞ്ഞും വളരെ നന്നായിട്ടാണ് കൊടുക്കുന്നത്. ഇതിനെ ഈ പാസ്റ്റ് ലൈഫിൻ്റെ ഇതിനെക്കുറിച്ച് റിസർച്ച്, ഞാൻ പറഞ്ഞല്ലോ യൂണിവേഴ്സിറ്റി തന്നെ പ്രവർത്തിക്കുന്ന കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ അവർ പറയുന്നത് എന്താ പറഞ്ഞാൽ ഇൻഡിഗോ ചിൽഡ്രൻ ആണ്. അതായത് ഇങ്ങനെ ഒരുപാട് ഇത് ചെയ്ത് വളരെ റിഫൈൻഡ് ആയിട്ടുള്ള, അപ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾക്ക് വലിയ പ്രയാസങ്ങളും ബുദ്ധിമുട്ടൊന്നും ഇല്ലാതാണ് ജീവിക്കുന്നത്. അപ്പോൾ അവരെന്ന് വെച്ചാൽ അവരൊത്തിരി നന്മ ചെയ്തിട്ടുള്ളതുകൊണ്ട് ഈ അനുഭവങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളുടെ അടുത്തേക്ക് വന്നിരിക്കുക. എന്നാൽ ഈ ശാരീരിക വൈകല്യങ്ങളൊക്കെ ഉള്ള കുട്ടികൾ വരുമ്പോൾ അവരെ ഗിഫ്റ്റഡ് ചൈൽഡ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അവർക്ക് ഒരു ലാളന കിട്ടാനായിട്ടും പരിലാളന കിട്ടാനും വേണ്ടിയിട്ട് നമ്മുടെ കുട്ടികളായിട്ട് തന്നെ നമുക്ക് വന്നിരിക്കുന്ന ഒരു പ്രത്യേക അനുഭവത്തിന് വേണ്ടി വന്നിരിക്കുന്നവരാണ് അവർ, നമ്മുടെ കുട്ടികൾ. അപ്പോൾ എപ്പോഴും നമ്മുടെ കുഞ്ഞിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഇവനെൻ്റെ ഗ്രാൻഡ് ഫാദർ, ഗ്രാൻഡ് മദർ എന്നുള്ള മിക്കവാറും അങ്ങനൊരു രീതിയിൽ കാണണം എന്നൊക്കെയാണ് ഇവർ പറയപ്പെടുന്ന കാര്യങ്ങൾ. ഇതിപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇൻഡിഗോ ചിൽഡ്രൻ എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ്, ഇൻഡിഗോ ചിൽഡ്രൻ വളരെ ശരിയാണെന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അതിവിടെ മാത്രമല്ല, ലോകം മുഴുവൻ ഈ ഒരു അവസ്ഥ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ പിന്നെ വേഡ്സ്വർത്ത് പറയുന്നുണ്ടല്ലോ, വേഡ്സ്വർത്ത് പറയുന്ന ചൈൽഡ് ഈസ് എ ഫാദർ ഓഫ് മാൻ. അപ്പോൾ അവൻ മകനല്ല, അവൻ അപ്പനാണ്. അപ്പം അങ്ങനെ ഒരു പിന്നെ അവരുമായിട്ടൊരു, ഇപ്പം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ബ്ലെസ് എന്ന് പറയുന്നതും ഈ ഖലീൽ ജിബ്രാൻ പറയുന്നുണ്ട്, കുട്ടികൾ നമ്മളുടേതല്ല, ഒരു കാലഘട്ടത്തിൻ്റെ വക്താക്കളാണ്, അംബാസഡേഴ്സാണ്, നമ്മളിലൂടെ വന്നു എന്ന് മാത്രമേ ഉള്ളൂ. അവർക്ക് ഏറ്റവും നല്ല വചനങ്ങളും നല്ല ആഹാരങ്ങളും കൊടുത്ത് സൽക്കരിക്കുക. നിങ്ങളുടെ വീട്ടിലെ ഏറ്റവും വലിയ ഗസ്റ്റ് നിങ്ങളുടെ കുട്ടികളായിരിക്കട്ടെ. അതാണ് ഖലീൽ ജിബ്രാൻ്റെ ഒരു ഇത് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഇത് കാണിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ പണ്ടൊരു 30, 40, 50 വർഷം മുമ്പ് എൻ്റെ കുഞ്ഞെന്ന് പറയുമ്പോൾ എൻ്റെ ഒരു സ്ലേവിനെ പോലെയാണ് ഫാദറോ മദറോ, ഒക്കെ കണക്ക് കൂട്ടിയിട്ടാണ് പറയുന്നത്. ഞാൻ പറയുന്ന മാത്രമേ, അവൾ ആ കോഴ്സിന് പോയാൽ മതി, അവൻ ഇന്നതിന് പോയാൽ മതി, പറയുന്ന അങ്ങോട്ട് കേട്ടാൽ മതി. ആ ഒരു ആശയമേ അല്ല ഇപ്പോഴത്തെ കാലത്ത്. അപ്പോൾ നമ്മളിതിൻ്റെ ഒരു ഏകദേശം ഒരു കൺക്ലൂഷനിലേക്ക് നമുക്ക് പോകുമ്പോൾ, നമ്മൾ ഇത്രയും നേരം നടത്തിയ ഒരു ചാറ്റിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ സാർ നിരീക്ഷിച്ച് കണ്ടെത്തിയ കാര്യം എന്ന് പറയുന്നത്, പുനർജന്മം ഉണ്ട് എന്ന് തന്നെയാണ്. നമ്മളിതിപ്പോൾ ഇത് പറയുമ്പോഴത്തേക്ക് ഞാനും ഒരുപാട് ലോജിക്കലി സയൻറ്റിഫിക്കായിട്ട് തന്നെ വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പം റാഷണലിസ്റ്റുകൾ ചിന്തിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതൊക്കെ നമ്മുടെ മനസ്സിൻ്റെ തോന്നലുകളാണ്, മനസ്സിൻ്റെ ക്രിയേഷൻസാണ്, പിന്നെ ഫോട്ടോഷോപ്പാണെന്ന് സാധാരണഗതിയിൽ ആൻസർ കിട്ടാറുള്ളൂ. പക്ഷേ നമ്മൾ ഈ പിന്നെ സയൻറ്റിഫിക് മെത്തേഡ് വഴി ഇതിനെ വിശകലനം ചെയ്തേക്കുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കണം. ഞാനിപ്പോൾ പറഞ്ഞതിനെ കൺക്ലൂഡ് ചെയ്ത് മനസ്സിലാക്കാനായിട്ട് ചാറ്റ് GPT-യിലോ ഗ്രോക്കിലോ ഒക്കെ പോയിട്ട്, ഇല്ലെങ്കിൽ പെർപ്ലക്സിറ്റിയിലൊക്കെ പോയിട്ട് പാസ്റ്റ് ലൈഫ് ഇതിനെക്കുറിച്ചുള്ള റിസർച്ചസ് ബൈ എ യൂണിവേഴ്സിറ്റി ആൻഡ് കീ ഫൈൻഡിങ് ആൻഡ് ദി റിസർച്ചർ, ഇത്രയും കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് 2025, 26 വരെയുള്ള ഇതിനെക്കുറിച്ചുള്ള റിസർച്ചേഴ്സ് കിട്ടും. അല്ല, ഞാൻ ഇത് സാർ ഇതെല്ലാം റെഫർ ചെയ്യുമ്പോഴും സാർ ഒരു സ്റ്റേറ്റ്മെൻറ്റിലേക്ക് എത്താൻ എന്താണ് മടിക്കുന്നത്? എന്താണ്? അതായത് പുനർജന്മം ഉണ്ട് ഇല്ല എന്നൊരു സ്റ്റേറ്റ്മെൻറ്റിലേക്ക് സാർ. അല്ല, ഞാൻ അവിടെ അത് അങ്ങനെ ചെയ്യാത്തതിൻ്റെ കാര്യം, ഞാൻ എൻ്റെ ക്ലാസ്സിലും അങ്ങനെ തന്നെയാണ് കൊടുക്കുന്നത്. ലോകത്തിലുള്ള ഫാക്റ്റ് എന്താണെന്ന് കൊടുത്തിട്ട്, അപ്പോൾ അത് ബുദ്ധൻ പറഞ്ഞൊരു വാക്കാണ്, യു അനലൈസ്. ഞാനിങ്ങനെ പറയുകയാണ്. അപ്പം ഒബ്സർവ്, അനലൈസ് ആൻഡ് കൺക്ലൂഡ് യുവേഴ്സെൽഫ്. അപ്പോൾ ആ കൺക്ലൂഷൻ എന്താണെന്ന് അല്ല, കൺക്ലൂഷൻ ഓരോരുത്തർക്കും കൊടുക്കുക. ഓരോരുത്തർക്കും വിട്ടു. അതെ, നമ്മൾ ഒരു വിധി പറയുന്നതിന് പകരം ഇപ്പൊ ബുദ്ധൻ പറയുന്നുണ്ട്, ആര് പറഞ്ഞാലും വിശ്വസിക്കരുത്. യു ഒബ്സർവ്, അനലൈസ് ആൻഡ് കൺക്ലൂഡ് യുവേഴ്സെൽഫ്. ബുദ്ധൻ പറയുന്ന 3 സെന്റൻസാണ്, ഒബ്സർവ്, അനലൈസ് ആൻഡ് കൺക്ലൂഡ് യുവേഴ്സെൽഫ്. അപ്പോൾ ഇവിടെ ഞാൻ പറയുന്നത്, ഇതുമായിട്ട് ബന്ധപ്പെട്ട ലോകത്തിലുള്ള എല്ലാ ബുക്കുകളും ഞാൻ വായിച്ചിട്ടുണ്ട്. ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഞാൻ പോയി ഇതുമായിട്ട് ബന്ധപ്പെട്ട ട്രെയിനിങ്ങുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് മനസ്സുകൊണ്ട് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ ഞാൻ നേരിലും കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിവിടെ പറഞ്ഞ് ഞാനൊരു അന്ധവിശ്വാസം ഉണ്ടാക്കുമല്ല. ഓക്കെ, അപ്പോൾ ഈ എക്സോർസിസ് എന്നൊക്കെ പറഞ്ഞ് ജർമ്മനിയിൽ അതിനൊക്കെ വേണ്ടിയിട്ട് പ്രത്യേക വർക്ക്ഷോപ്പുകളൊക്കെ ഉണ്ട്.
ഈവൻ നമുക്ക് മന്ത്രവാദം നമ്മുടെ നാട്ടിൽ മന്ത്രവാദം പിന്നെ ഇന്തോനേഷ്യ, പിന്നെ ആസാം, ഇവിടെയൊക്കെ ഇതിൻ്റെ വലിയ ഇന്ത്യയിലാണ് ആസാം ഏരിയ ഇതിൻ്റെ വലിയ ക്യാപിറ്റലാണ്. അപ്പം അതിനെക്കുറിച്ചൊക്കെ ഒരുപാട് പഠനം നടത്തുന്ന ആൾക്കാരും എല്ലാം ഉണ്ട്. അപ്പം ഞാനൊരു റാഷണലിസ്റ്റ് സൈഡിലാണ് നിൽക്കുന്നത്. അതിനകത്ത് നിന്നുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ പറയുവാണെങ്കിൽ നമുക്ക് ഈ റീഇൻകാർണേഷൻ അഥവാ പുനർജന്മം തള്ളിക്കളയാൻ പറ്റത്തില്ലാത്ത അത്രയും എവിഡൻസസ്, ഒരു കേസ് അനുകൂലമായിട്ട് വിധിയെടുക്കുന്ന എവിഡൻസസിലാണ്. അപ്പോൾ ലോകത്തിന് മുന്നേ കിട്ടുന്ന എവിഡൻസസ് വെച്ച് നോക്കുമ്പം വി ആർ കമ്പൽ ടു ബിലീവ്. ഇതിനകത്ത് പിന്നെ പ്രധാനമായിട്ടും പുറത്തുനിന്ന് വന്നിട്ടുള്ള റിലീജിയൻസ് മാത്രമേ ഇതിനെതിരെ തർക്കിക്കുന്നുള്ളൂ. പക്ഷെ അതിനകത്തും ഈ പറഞ്ഞ അതിൻ്റെ അകത്തുള്ളൊരു ഫിലോസഫി തർക്കിക്കുന്ന എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ അല്ല, ക്രിസ്ത്യാനിറ്റി പറയുവാണെങ്കിൽ അങ്ങനെ ഒരെണ്ണം ഇല്ലാതെ ക്രിസ്ത്യാനിറ്റി പറയും. പക്ഷെ ഇത് തന്നെ അതിനെക്കുറിച്ച് ഒരുപാട് പഠിക്കുന്ന പിന്നെ ബിഷപ്സും അച്ഛന്മാരും കന്യാസ്ത്രീകളും ഒക്കെ ഉണ്ട്, ഒരുപാടുണ്ട്. പിന്നെ ഈ ഹിമാലയത്തിൽ പോയി തപസ് ചെയ്യുന്ന ഒത്തിരി പിന്നെ ക്രിസ്ത്യൻ സന്യാസികളുണ്ട്. അതുകൊണ്ട് ക്രിസ്ത്യനകത്ത് തന്നെ ഒരു മിസ്റ്റിസിസം അടുത്ത കാലത്തായിട്ട് കയറി വന്നിട്ടുണ്ട്. ഇസ്ലാമിനകത്ത് മിസ്റ്റിസിസം അത് പണ്ടേ കയറിയതാ. മെസ്മറിസം അല്ല, ഒരു മിസ്റ്റിസിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെഡിറ്റേഷൻ വഴിയും പാരാനോർമൽ ആക്ടിവിറ്റീസിനെ നോക്കുകയും, ഇപ്പോൾ ഈ ഹിമാലയത്തിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഒരുപാട് പാരാനോർമൽ ആക്ടിവിറ്റീസ്, മൂളുന്ന പർവ്വതം, ബോധം കെട്ട് വീഴുന്ന താഴ്വര, ചൂടുവെള്ളം ഒഴുകുന്ന പുഴ, ഇങ്ങനെയൊക്കെ നമുക്ക് ഒരുപാട് സംഭവങ്ങൾ നമുക്ക് പോയി ഹിമാലയത്തിൽ പോകുമ്പോഴേ നമുക്കത് അറിയാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഹിമാലയത്തിൽ പോയി ഞാൻ എൻ്റെ ഇത് ക്ലാസ് അവിടെ ക്യാമ്പ് വെക്കുമ്പോഴത്തേക്കും ഒരു 3 മിനിറ്റ് 4 മിനിറ്റ് നമ്മളൊരു ട്രാൻസെൻഡ് ചെയ്ത് പോയി നമ്മൾ ഏത് ലോകത്താണെന്നോ നമ്മളങ്ങനെ ഉണ്ടെന്നുള്ളത് നമുക്കറിയത്തില്ല. ആ രീതിയിലേക്ക് നമുക്ക് പിന്നെ ഭയങ്കര അവിടെ നമ്മൾ ആൾട്ടിറ്റ്യൂഡിലെത്തുമ്പോൾ മൈൻഡിലുണ്ടാകുന്ന ഷിഫ്റ്റ്, അതുവരെ നമ്മൾ വർഷങ്ങളോളം ജീവിച്ചിട്ട് ഒരിക്കലും നമ്മൾ ചിന്തിച്ചിട്ടില്ലാത്ത പുതിയ ധാരകളിലൂടെ നമ്മുടെ ചിന്ത പോവുക. അപ്പോൾ നമുക്കതിനെ അല്ലാതെ പറയാൻ പറ്റത്തില്ല. അപ്പോൾ ആ ജോഗ്രഫിക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു പ്രത്യേക കഴിവുണ്ടായിരിക്കുമോ? അതുകൊണ്ടായിരിക്കും ഈ ആൾക്കാർ തപസ് ചെയ്യാനും മെഡിറ്റേഷൻ വേണ്ടി ഹിമാലയം തന്നെ സെലക്ട് ചെയ്യുന്നത്. ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും ആൾക്കാർ അവിടെയാണല്ലോ വരുന്നത്. അതെ, ഞാൻ പറഞ്ഞു ഇസ്രയേലിലുള്ളവർ. ഇപ്പോൾ നമ്മളവിടെ ചെന്ന് കഴിഞ്ഞാൽ ജാനറ്റ് അറ്റൂട്ട് എന്ന് പറഞ്ഞ എൻ്റെ ഒരു അധ്യാപിക, പിന്നെ US കാരിയാണ്. അവരിതിൻ്റെ എല്ലാം ഒരു ക്യാമറ ടീമുമായിട്ട് വലിഞ്ഞു കയറി ചെന്ന് 30 DVD പണ്ട് ഇറക്കിയിട്ടുണ്ട്. ഞാനതെല്ലാം ഇരുന്ന് കണ്ടതാണ്. അതിനടുത്ത് നല്ല വളരെ ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരുപാട് പേരുണ്ട്. പ്രൊഫസറായിട്ടൊക്കെ വന്നിട്ട് അവിടെ ഇരിക്കുന്നവരുണ്ട്. ഹിമാലയം മുഴുവനും വലിയ നല്ല റോഡുകളാണ് ഇന്ത്യൻ ആർമി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സന്യാസികളെല്ലാം അതിൽ നിന്ന് ഒരുപാട് അകലപ്പോയായിരിക്കുന്നത്, മനുഷ്യൻ്റെ ശല്യമൊന്നും ഉണ്ടാകാത്ത രീതിയിൽ. ഓക്കെ സാർ, നമ്മളപ്പം പുനർജന്മം ഉണ്ടോ ഇല്ലയോ, കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് വളരെ ചെറിയൊരു ഡൗട്ട് കൂടെ. സാർ, നമ്മൾ മുൻ ജന്മത്തെക്കുറിച്ച് കുറേ ഇപ്പോൾ പറഞ്ഞു. നമ്മൾ മുൻ ജന്മത്തിനെ നമ്മൾ എങ്ങനെ റീകോൾ ചെയ്യുന്നു അല്ലെങ്കിൽ ഡീകോഡ് ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞു. പക്ഷേ നമ്മൾ ഇന്ത്യയിൽ തന്നെ 2 കേസുണ്ട്. നമ്മൾ അടുത്ത ജന്മത്തിലേക്ക് ജമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ബുരാരി ഡെത്ത് സാറിന് അറിയായിരിക്കുമല്ലോ. 11 പേര് ഒരുമിച്ച് ആത്മഹത്യ ചെയ്ത് അടുത്ത ജന്മത്തിലേക്ക് ജമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ മലയാളികളായിട്ടുള്ള 2 കപ്പിൾസ് കൂടെ ഒരു ഫ്രണ്ടും ചേർന്ന് അരുണാചൽ പ്രദേശിൽ പോയി ആത്മഹത്യ ചെയ്ത് അടുത്ത ജന്മത്തിലേക്ക് ജമ്പ് ചെയ്യാനായിട്ട്. അപ്പം 2 വർഷം വലിയ വാർത്തയാണ്. അപ്പോൾ ഇത് അടുത്ത ജന്മത്തിൽ അവർ വിശ്വസിച്ചിട്ട് ഇവർ ഈ സാർ നേരത്തെ പറഞ്ഞ പോലെ ഇവരൊരു ക്ലസ്റ്ററായിട്ട് വീണ്ടും ജനിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പരിപാടിയാണ്. അങ്ങനെയല്ല. പിന്നെ അപ്പോൾ അവരത് വിശ്വസിക്കുന്നുണ്ട് അടുത്ത ജന്മത്തിൽ. പേര് ബുരാരി. അത് അതിൻ്റെതല്ല സംഭവം. ഇപ്പം ഈ ദൈവത്തെ കണ്ടു, ദൈവമായിട്ട് സംസാരിച്ചു എന്നൊക്കെ നമ്മൾ നേരത്തെ മുതൽ കേൾക്കുന്ന ഒരുപാട് സാധനം നമ്മുടെ ഈ പിന്നെ പ്രധാനമായിട്ടും ബ്രെയിനിൻ്റെ ചില ഭാഗത്ത് വരുന്ന പ്രശ്നങ്ങളാണ്. ഇല്യൂഷൻസ്. അതായത് ഇല്യൂഷൻസ് ഉണ്ട്, ഡെലൂഷൻസ് ഉണ്ട്, ഹാലൂസിനേഷൻസ് ഉണ്ട്. 3 എണ്ണമുണ്ട്. ഇല്യൂഷൻ എന്ന് പറയുന്നത് പിന്നെ നമ്മൾ നേരെ നോക്കുമ്പം അതൊരു പിന്നെ പള്ളിയാണ്, പക്ഷെ നമ്മൾ അമ്പലമായിട്ട് കാണുന്നു. ഒരു വള്ളിയാണ്, അത് പാമ്പായിട്ട് നമ്മൾ കാണുന്നു. അത് ഇല്യൂഷനാണ്. ഡെല്യൂഷൻ എന്ന് പറയുമ്പോഴത്തേക്കും പിന്നെ ആൾക്കാർക്ക് എന്നെ ആരും ശ്രദ്ധിക്കുന്നില്ല, പക്ഷെ അവരെല്ലാം എന്നെ ആക്രമിക്കാൻ വരുന്നു. എല്ലാവരും എന്നെ ആക്രമിക്കാൻ വരുന്നു. അങ്ങനത്തെ ഉള്ള തോന്നലുകളാണ്. എക്സാമ്പിൾ ഞാൻ പറയുന്നത്. ഈ ഹാലുസിനേഷൻ എന്ന് പറഞ്ഞാൽ അതല്ല, അതൊരു വല്ലാത്ത സാധനമാണ്. അത് നമ്മൾ വളരെ സൂക്ഷിക്കേണ്ടതുമാണ്. ഇല്ലാത്തതുണ്ടെന്ന് തോന്നുന്നു.
അയ്യോ ചിലപ്പം പിന്നെ 3 വയസ്സോ 4 വയസ്സോ ഉള്ള കുട്ടി അടുത്ത വീട്ടിലെ കുട്ടിയായിരിക്കും. ആ കുട്ടി നമ്മൾ ആ കുട്ടീനെ ഫിസിക്കലായിട്ട് ഉപദ്രവിച്ചു ഈ കുട്ടി അങ്ങ് ഉറപ്പിച്ചങ്ങ് പറഞ്ഞു കളയും. കാരണം കുട്ടി അത് അങ്ങ് വിശ്വാസമായേക്കാണ്. നമ്മൾ ആ ദിവസം അവിടെ ഉണ്ടായിരുന്നില്ല. ഒത്തിരി കേസസ് അങ്ങനത്തെ ഉണ്ട്. അപ്പോൾ ദൈവം വന്ന് പറഞ്ഞു രാത്രി, എടാ നിൻ്റെ മകൻ്റെ തല അങ്ങ് കണ്ടിച്ചേരെ. അങ്ങനെ വരുന്ന കേസസ് ഉണ്ട്. ഡെല്യൂഷൻ, പിന്നെ ഈ ഹാലുസിനേഷൻ. അതുപോലെ ജസ്റ്റിസ് കൃഷ്ണയ്യർ എനിക്ക് ഭയങ്കര ആരാധനയുള്ളൊരു മനുഷ്യനാണ്. ഞാൻ അദ്ദേഹമായിട്ട് ഒരുപാട് അടുത്ത് സംസാരിച്ചിട്ട് പെരുമാറി. ഞാൻ ലോ കോളേജ് സ്റ്റുഡൻ്റ് ആയിരിക്കും പോലും. പക്ഷേ അദ്ദേഹം നിയമത്തിൽ അങ്ങേയറ്റമാണ്. പക്ഷേ ഈ സ്പിരിച്വൽ സയൻസിനകത്ത് ഒന്നുമല്ല. വൈഫുമായിട്ട് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ പ്യുവർ ഹാലുസിനേഷനാണ്. ഫാദറുമായിട്ട് സംസാരിക്കുന്നത്, നമ്മൾ മരിച്ചു കഴിയുമ്പോൾ ഫാദർ കട്ടിലേ വന്നിട്ട് സംസാരിക്കുന്നത് നമ്മുടെ മൈൻഡ് ഉണ്ടാക്കുന്ന ഒരു സിറ്റുവേഷനാണത്. ഈ ഡെത്തിന്റെ പിന്നിൽ ഹാലുസിനേഷൻ. അപ്പോൾ ഇങ്ങനെ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ എക്സിറ്റ് ചെയ്യാൻ ടൈമായി, അവരുടെ സോൾ ഗ്രൂപ്പിലേക്ക് പോകണം എന്നെല്ലാമുള്ള കൂടുതലും കിട്ടുന്നത് ഹാലുസിനേഷൻസ് ആണ്. അതായത് ഈ നമുക്ക് ഭയങ്കര എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് പറഞ്ഞ കൂട്ടത്തിൽ ഒരു സന്ദർഭം വന്നുകൊണ്ട് ഞാൻ പറയുക, നമുക്ക് വളരെ മോശമായിട്ടുള്ള അവസ്ഥ വരിക. നമ്മൾ പിന്നെ ഒരു തെറ്റും ചെയ്തിട്ടില്ലാത്ത നമ്മളെ പിടിച്ച് ലോക്കപ്പ് ചെയ്യുക, വീണ്ടും ഇറങ്ങുമ്പോഴത്തേക്ക് ലോക്കപ്പ് ചെയ്യുകയാണ്. അല്ലെ നമ്മളെ ആള് മാറി പിടിച്ച് വിചാരണ നടത്തി നമ്മളെ ജയിലിൽ അടച്ചേക്കുക. നമുക്ക് വേറെ ഹെൽപ്ലെസ് ആയിട്ട് നമ്മൾ നിൽക്കുകയാണ്. അപ്പം ആ സമയത്ത് ചെയ്യാനുള്ളൊരു സംഭവം അല്ല സൂയിസൈഡ്. കാരണം ഇതെന്താ വെച്ചാൽ ആ സോളിനെ, ഞാൻ ഈ ഫിലോസഫിയുടെ ബാക്ക്ഗ്രൗണ്ടിൽ പറയാം, വാട്ട് ഐ ലേൺഡ്, നോട്ട് മൈ ഒപ്പീനിയൻ. അപ്പം അവിടെ നമ്മുടെ സോളിനെ പരിവർത്തനപ്പെടുത്താൻ പറ്റിയ എന്ന് പറഞ്ഞാൽ ശരീരവും ഈ നിലനിൽപ്പ് ഇതെല്ലാം നശിച്ചു പോകുന്ന മായയല്ലേ. അപ്പം എൻ്റെ അടുത്ത സോളിലേക്ക് എന്നെ അടുത്ത ഒരു പ്രൊമോഷൻ കിട്ടാനായിട്ട് ഹയർ ഇതിലോട്ട് പോകാനായിട്ടുള്ള കടമ്പകൾക്ക് ഇതിൽ കൂടെ ഞാൻ കടന്നു പോകേണ്ടതാണ്. അപ്പോൾ ഇതിൽ കൂടെ നമ്മൾ ചിന്തിക്കുമ്പോഴത്തേക്കും നമ്മൾ പ്രയാസം വരുമ്പോഴത്തേക്കും നമ്മൾ ഉള്ളിൽ ചിരിക്കണം. സോൾ ഇങ്ങനെയാണ് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഞാൻ അതിൽ നിന്ന് എടുത്ത് പറയുകയാണ്, വായിച്ചതിൽ നിന്ന് എടുത്ത് പറയുകയാണ്. ആകാശം പോലെയാണ്. അപ്പം താഴെ കൂടെ ഒരുപാട് മേഘങ്ങൾ പോകുന്നുണ്ട്, അതിനിടയ്ക്ക് ഇടി വെട്ടുന്നുണ്ട്, നക്ഷത്രങ്ങൾ പ്രഭ ചൊരിയുന്നുണ്ട്. പക്ഷേ ആകാശം ഒട്ടും ബോധേഡല്ല. ചില ദിവസം മഴ പെയ്യും, ചില ദിവസം ഇടി വെട്ടും, ചില ദിവസം മേഘങ്ങൾ വന്ന് പോകും. സോള് സിനിമാ തിയേറ്ററിലെ സ്ക്രീൻ പോലെയാണ്. അവിടെ വെടിവെപ്പും ഇടിയും എല്ലാം നടക്കും, പക്ഷെ പാട്ടും കൂത്തും എല്ലാം കാണും. പക്ഷെ സോളിനെ ഇത് അഫക്റ്റ് ചെയ്യുന്നേയില്ല. സോൾ ടോട്ടലി നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന സംഭവങ്ങളൊന്നും സോളിനെ അഫക്റ്റ് ചെയ്യരുത്. ഇനി അടുത്തത് സോള് സമുദ്രം പോലെയാണ്. അതിലൂടെ കപ്പലുകൾ പോവുകയും ഓളം വെട്ടുകയും കാറ്റടിക്കുകയും ഇങ്ങനെ ജീവിതത്തിൽ ഒരുപാട് സംഭവങ്ങളുണ്ടാവും. ഈ അവസ്ഥയിലായിത്തീരുക, അങ്ങനെ സോളിനെ തിരിച്ചറിയുന്ന അവസ്ഥയാണ് ഏറ്റവും വലിയ അവസ്ഥ. തുരിതാതീതം എന്നൊക്കെ, തുരിയം എന്നൊക്കെ പറയുന്ന മെഡിറ്റേഷൻ. നമുക്ക് ഇതിലേക്കൊക്കെ പോകാൻ ഏറ്റവും വലിയ ടൂളും മെഡിറ്റേഷനാണ്. മെഡിറ്റേഷനിലൂടെ ഈ 11 പേരെയും ഹാലുസിനേഷനിൽ ഒരേപോലെ അവരങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടേ ഉണ്ടാകുന്ന ഒരു കോ ക്രിയേഷനാണ്, ഒരു ഇല്യൂഷനിൽ. നമ്മുടെ നാട്ടിലെ ഇപ്പോഴത്തെ കേരളത്തിൽ തന്നെ ജീസസിനെ ആരാധിക്കുന്ന ഒരുപാട് അമ്പലങ്ങളുണ്ട്. ആ കൂടെ തന്നെ പിശാചിനെ ആരാധിക്കുന്ന സംവിധാനമുണ്ട്. അത് അവരുടെ കോൺഷ്യസ്നസ് അങ്ങനെയാണ്, അവരുടെ ബോധം അവർക്ക് ആ ബോധമാണുള്ളത്. ഇവർ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അവർക്കുണ്ടാകുന്ന ഒരു സംഭവം. അല്ലാതെ അവർ കൃത്യമായിട്ട് ഒന്നിലേക്ക് പോകാൻ വേണ്ടിയിട്ടല്ല. ഈ നമുക്ക് പാസ്റ്റ് ലൈഫിനെ കുറിച്ച് നേരിട്ട് അറിയാൻ പറ്റുന്ന ഒരു 5-6 വയസ്സ് വരെയൊക്കെയാണ്. അത് കഴിഞ്ഞ് വെയിൽ ഓഫ് സെപ്പറേഷൻ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിട്ട് പാസ്റ്റിലെ മിക്കവാറെല്ലാം മറന്നുപോകും. 6 വയസ്സ് വരെ ഇതിനെപ്പറ്റി അറിയാൻ പറ്റും. 6 വയസ്സ് മുതൽ നമുക്ക് സോഴ്സിനെ കുറിച്ച് അറിയാൻ പറ്റും. 6 വയസ്സ് വരെയൊക്കെ. 2 വയസ്സിലും 3 വയസ്സിലൊക്കെ വളരെ ഇതായിട്ട് അറിയാൻ പറ്റും. ചെറിയ വായിൽ വലിയ ഉത്തരം പറയുന്ന കുട്ടികളുണ്ട്. അത് തന്നെ ഇവര് കണ്ടിട്ടില്ലേ, നമ്മൾ പ്രതീക്ഷിക്കാത്ത ആൻസറുകൾ, ക്വസ്റ്റ്യനുകൾ ഒക്കെ അവര് എവിടെ ശരീരത്തിൽ നമ്മളിങ്ങനെ നോക്കും. പക്ഷെ ഇവൻ വളർന്നു വരുന്നതിനനുസരിച്ചിട്ട് ഇവൻ കാമായി മാറുകയും ചെയ്യും. വെയിൽ ഓഫ് സെപ്പറേഷൻ കംപ്ലീറ്റ് അങ്ങനെ കിടക്കാതിരിക്കുകയാണ് നല്ലത്, നമുക്ക് നല്ലത്. വെയിൽ ഓഫ് സെപ്പറേഷൻ കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ നമ്മൾ ഭൂമിയിലെ ആളായി. അപ്പം പിന്നെ ഇതിലൂടെ നമുക്കൊരു പ്രത്യേക ഒരു ബോധോദയം വന്നിട്ടേ നമുക്ക് ഇന്ന ഒരു ലൈഫിലേക്ക് പോകാൻ പറ്റുന്ന, അങ്ങനെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നതല്ല. കാരണം അത് ഈ കോൺഷ്യസ്നസ് മറഞ്ഞു കഴിയുമ്പോൾ മാത്രമേ നമുക്ക് ഈ സോളിൻ്റെ ഇത് വരുള്ളൂ. മറ്റേത് ഇവരിപ്പോൾ അതിലോട്ട് പോകാമെന്നും വ്യാമോഹിക്കുന്നതും എടുത്തു ചാടുന്നതൊക്കെ ആകാശത്തിന് താഴെ ഇടിവെട്ടുന്നത് പോലെ, മേഘങ്ങൾ പോകുന്ന പോലെ മാത്രമേ ഉള്ളൂ. അതിനകത്തുണ്ടാകുന്ന ഹാലൂസിനേഷൻസ്, അവർക്ക് ഒരുപാട് ഹാലൂസിനേഷൻസ് ഉണ്ടാകും.
പിന്നെ ഇത് നമുക്ക് കുറച്ചുകൂടെ റെയ്മണ്ട് മോഡി എന്ന് പറഞ്ഞ റെഫർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുടെ, ഞാൻ അദ്ദേഹമായിട്ട് 3 ദിവസം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. കാനഡയിൽ അദ്ദേഹത്തിൻ്റെ ജീവിതകാലം മുഴുവനും നിയർ ഡെത്ത് എക്സ്പീരിയൻസസിനെ കുറിച്ചുള്ള റിസർച്ചസാണ്. ആ ഡെത്തിൻ്റെ സമയത്ത് നമുക്ക് എന്ത് സംഭവിക്കുന്നു എന്നുള്ളത്. ആ ഡെത്തിനോട് അടുത്ത് വരുമ്പോൾ സംഭവിക്കുന്ന ഏതാണ്ട് ഓരോ യൂണിഫോമിറ്റി ഉണ്ട് എല്ലാ ഇതിനകത്തും. അദ്ദേഹത്തിൻ്റെ പഠനത്തിനകത്തും പുസ്തകത്തിൽ പറഞ്ഞേക്കുന്നതിനകത്ത് എല്ലാം മരണത്തോട് വളരെ ചേർന്ന് കഴിയുമ്പോൾ നമുക്കുണ്ടാകാവുന്ന ആ അവസ്ഥ വിവരിക്കുന്ന ഏതാണ്ട് വേറെ കുറേ. പിന്നെ ഡൈയിങ് ടു മീ എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട്, അനിത മൂർജാനിയുടെ. അവർ അഡ്വാൻസ് സ്റ്റേജിൽ ക്യാൻസർ വന്ന് പിന്നെ സിംഗപ്പൂർ ഒരു ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. അപ്പം വേറെ വഴിയൊന്നുമില്ല. പക്ഷെ അന്നേരം അവരുടെ സോള് അതിനകത്തോടെ എല്ലാം നടക്കുക. മറ്റ് സർജറി നടത്തുന്നതും മറ്റ് പേഷ്യൻസ് വരുന്നതും മറ്റുള്ളവർ സംസാരിക്കുന്നതൊക്കെ ഇവർ ലിസൺ ചെയ്യുകയാണ്. എന്നിട്ട് ഇവർക്ക് എക്സിറ്റിന് ടൈം ആയില്ല എന്ന് ഇവർക്ക് മെസ്സേജ് കിട്ടുകയാണ്, ഇവർ മരിക്കേണ്ടതെന്ന്. അവർ തിരിച്ചു വന്നു. എന്നിട്ട് അവർ എഴുതിയ പുസ്തകമാണ് ഡൈയിങ് ടു മീ എന്ന് പറഞ്ഞിട്ട്. ഇത് ഹാലൂസിനേഷന്റെ ഭാഗമായി അല്ല. കാരണം വെച്ചാൽ അവർ പറയുന്നത് മുഴുവൻ ആ സംഭവങ്ങളെല്ലാം അവിടെ ഉണ്ട്, റിയലാണ്, എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഹാലൂസിനേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് മൈൻഡ് ക്രിയേറ്റ് ചെയ്യുന്ന ഇല്ലാത്തൊരു സാധനം ഉണ്ടാക്കി നമ്മൾ ചെയ്ത. വേറൊരു കാര്യം, ഈ ഫാദറിനെ അറിയാവുന്നവർക്കേ ഫാദറിനെ കാണാൻ പറ്റത്തുള്ളൂ. മൈൻഡ് ഉണ്ടാക്കുമ്പോഴേ യക്ഷി എന്ന് പറഞ്ഞ സാധനം വരണമെങ്കിൽ യക്ഷിയുടെ കഥ ഓൾറെഡി നമ്മുടെ മനസ്സിൽ വേണം. ജപ്പാൻകാർക്ക് ഒരിക്കലും യക്ഷി വരത്തില്ല, വേറെ സാധനമാണ്. വേറെ സംഭവം വരത്തുള്ളൂ. ഓക്കെ, നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. എനിക്ക് തോന്നുന്നത് ഇതിനെക്കുറിച്ച് ഞാൻ കുറച്ചുകൂടെ വിശദമായി, കാരണം ആൾക്കാർക്ക് ഇത് ഇത്രയും പറയുമ്പോഴത്തേക്ക് പിന്നെ ഗോസ്റ്റിനെ കുറിച്ചുണ്ട്, കേരളത്തിൽ തന്നെ സുമതി വളവ് എന്നൊക്കെ പറഞ്ഞ ഓരോ വളവുകളെ കുറിച്ചൊക്കെ ഉണ്ട്, പോസ്റ്റ്മോർട്ടം നടക്കുന്നിടത്തെ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഒരുപാട് സംശയങ്ങൾ, ഈ പാരാനോർമൽ ആക്ടിവിറ്റീസും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് സംശയങ്ങൾ വരും. ഞാനതിനെയൊക്കെ ഇത് ഭയങ്കര ക്യൂരിയോസിറ്റിയോട് കൂടി നടന്ന് പഠിച്ചിട്ടുണ്ട്. പഠിച്ചിട്ട് അത് ഒരു സയൻറ്റിഫിക്കായിട്ടാണ് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തത്. അതിൽ നിന്ന് നമുക്ക് റിഫൈൻമെൻറ്റ് വരണം. അത് നമുക്ക് വരും എപ്പിസോഡുകൾ അതൊക്കെ ചർച്ച ചെയ്യാം. തീർച്ചയായിട്ടും. ഇപ്പോൾ ഷാജി, നമ്മളിപ്പോൾ നമ്മൾ ഇപ്പം ചെറുപ്പം മുതൽ നമ്മൾ വട്ടം കൂടിയിരുന്ന് സംസാരിക്കുന്നു, പുനർജന്മമുണ്ടോ പുനർജന്മമില്ലയോ എന്നൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ടാവില്ല നമ്മൾ ഒരുപാട്. അപ്പോൾ ഇപ്പോൾ സാറിനോട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ ഈ ഒരു ചാറ്റിൻ്റെ ഒരു പര്യവസാനത്തിലേക്ക് നമ്മൾ എത്തി നിൽക്കുമ്പോൾ, ഈ പുനർജന്മം കൊണ്ട് നമുക്ക് ഒരു തരത്തിൽ മനുഷ്യൻ്റെ, അല്ലെങ്കിൽ പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ എന്നുള്ളത് മനുഷ്യൻ്റെ ചില അവസ്ഥകളെ ട്രീറ്റ് ചെയ്ത് മാറ്റാൻ പറ്റുന്ന ഒരു തലത്തിലേക്ക് അതിനെ ഇന്നത്തെ ശാസ്ത്രം എത്തിച്ചു എന്നുള്ളത് ഒരു വലിയ തിരിച്ചറിവാണ്. അത് ചിലർക്ക് ജീവിതത്തിൽ ഗുണകരമാകാം. അവരറിയാത്ത ചില വേദനകൾ, അവരറിയാത്ത ചില ദുഃഖങ്ങൾ, അവരറിയാത്ത ചില സങ്കടങ്ങൾ, ചില അവസ്ഥകളൊക്കെ തന്നെ ഒരു പക്ഷേ പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ എന്താണെന്ന് മനസ്സിലാക്കി അതിലൂടെ കടന്നു പോയാൽ ജീവിതത്തിൽ പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ മനസ്സിലാക്കുന്നതിലൂടെ ഒരുപാട് ഗുണങ്ങളുണ്ടാവാം. ഞാൻ അതുകൊണ്ടാണ് ഈ റെഫറൻസസ് തന്നെ പറഞ്ഞേക്കുന്നത്, ഫർദറായിട്ട് റെഫർ ചെയ്ത് നോക്കി ബോധ്യപ്പെടാനായിട്ട്. പി വിജയൻ സാറിൻ്റെ ഈ വാക്കുകൾ ഇത് കാണുന്ന പ്രേക്ഷകരിൽ കുറേ പേർക്കെങ്കിലും അങ്ങനെ ഗുണം ചെയ്യട്ടെ, ഈ എപ്പിസോഡ് അങ്ങനെ ഗുണം ചെയ്യട്ടെ എന്ന് ആശംസിക്കുന്നു. എന്തായാലും ABC ടോക്കിൻ്റെ ഇന്നത്തെ ഈ പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ്റെ പുനർജന്മത്തെ പറ്റിയുള്ള ഈ എപ്പിസോഡിലൂടെ പര്യവസാനിക്കുന്നു. വിജയൻ സാർ നമസ്കാരം, ഷാജി നമസ്കാരം. This episode is powered by Midmix.